everyone, good morning. So June 17th ആണിന്ന്. സോ ഇന്നൊരു കോട്ട് ഉണ്ട്. വിഷമകരമായ സാഹചര്യങ്ങളെ പുഞ്ചിരിയോടെ അതിജീവിക്കുന്നവരാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേർണി വരുന്ന ഓരോരുത്തരും ലൈഫ് സൂപ്പറായിട്ടല്ല അവർ വരുന്നത്. അവരുടെ ലൈഫിൽ അത്യാവശ്യം യൂണിവേഴ്സ് എടുത്ത് ടവർ മൂമെന്റിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരിക്കും. എല്ലാം നഷ്ടപ്പെടുത്തി അവരെ കണ്ടുപിടിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങൾ, കണ്ടുപിടിച്ച കാര്യങ്ങൾ അവർ എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഹീലിങ്ങിലൂടെ ശരിക്കുമുള്ള റിയൽ മഹാത്മാക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരാളുടെ ലൈഫും ഈസി ലൈഫ് കൂടെ ആയിരിക്കില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു കാംനെസ്സിലേക്ക് മഹാത്മാക്കളായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ ലൈഫ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ടൈം വെറുതെ യൂസ് ചെയ്യരുത്. കാരണം അവരത്രയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ച ആളുകളായിരിക്കും. സോ അതാണ് ഈ സ്പിരിച്വൽ ജേർണി പോകുന്ന ആളുകളോട് നിങ്ങൾ റെസ്പെക്റ്റോടെ സംസാരിക്കണം എന്ന് പറയുന്നത്. മേ ബി ഏജ് മാറ്റർ ആയിരിക്കില്ല, ഏജ് ചിലപ്പോൾ നിങ്ങളെക്കാളും ചെറുതായിരിക്കാം, പല ഡിഫറൻസസ് ഉണ്ടായിരിക്കും. പക്ഷെ ആ സോള് ഇത്ര ചെറുതിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെസൺസ് അത് അവർക്ക് മാത്രമല്ല ബാക്കി അവരുടെ അടുത്തേക്ക് കണക്ട് ചെയ്ത് വരുന്ന ഓരോ സോളുകൾക്കുമുള്ള ഒരു മെസ്സേജസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം. ഇന്നലത്തെ എനർജി ഒരുപാട് പേർക്ക് റെസനേറ്റഡ് ആയി എന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ എനർജി നോക്കാം. എനർജി കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് തന്നെയാണ് കേട്ടോ. സൈലൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻസ്, കോൺഫ്ലിക്ട്സ് ഉണ്ട്, ആർഗ്യുമെന്റ്സ് ഉണ്ട്. ദയവ് ചെയ്ത് സാജിറ്റേറിയസ് ഈ മാസിന്റെ ഒരു ട്രാൻസിറ്റ് നടക്കണം. അപ്പോൾ ചൊവ്വ കൂടുതലുള്ളവർക്ക് ചൂട് കൂടുതലായിരിക്കില്ല. അപ്പോൾ അവരധികം ഫൈറ്റിങ്ങിനോ, സാജിറ്റേറിയസ് ഫയർ സൈൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമുക്ക് ദേഷ്യപ്പെടുന്നത്, ഞാൻ ഫയർ സൈനാണ്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, പെട്ടെന്ന് ട്രിഗർ ആവും. കാരണം നമ്മൾ മുമ്പിൽ നുണ പറയുന്നു, നമുക്ക് അറിഞ്ഞിട്ടും അവർ നുണ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എതിർക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ചെയ്യാതിരിക്കുക. ഈ മാസിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. നമുക്ക് ചൂട് കൂടും. എസ്പെഷ്യലി റെഡ് ഡ്രസ്സസ് ഇടരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ റെഡ് ഇടുന്നല്ലേ, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴേ റെഡ് അധികം ഇടാതിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഫോളോ ചെയ്യണം വേണ്ടുമെന്ന്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് കിട്ടിയ കാർഡ്. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, ഇതുവരെ ഉണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ്, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു അസുഖം വരിക, അതിനുവേണ്ടി ഒരുപാട് പൈസ ചിലവാക്കേണ്ട സിറ്റുവേഷൻസ് വരിക. യെസ്, ഹെൽത്ത് കണ്ടീഷൻസ് ആണ് കാണിക്കുന്നത്, ശ്രദ്ധിക്കുക. ഹെൽത്ത് വരുന്നത് എന്തുകൊണ്ട് നമ്മുടെ കർമ്മയാണ് കേട്ടോ. നമ്മൾ എന്തോ ചെയ്ത കർമ്മത്തിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് വരുന്നത്. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് പെയിൻ അല്ലെങ്കിൽ ഇഷ്യൂസ് വരുന്നെങ്കിൽ അവിടെയാണ് നിങ്ങൾ കൂടുതൽ ഭാരം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പോർഷനെ വെച്ചിട്ടായിരിക്കും മറ്റുള്ളവർ ദ്രോഹിക്കാനും നിങ്ങളെയും അറിഞ്ഞറിയാതെ ദ്രോഹിച്ച് പോയിട്ടുണ്ടായിരിക്കാം. നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. സ്ലോ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് റിലേഷൻ വരുന്നു, ഒരു പാസ്റ്റ് പേഴ്സൺ വരുന്നു. ഇത്രയും സങ്കടത്തിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മേ ബി അവരുടെ മെസ്സേജ് കോളോ ഇന്ന് റിസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, താങ്ക്